ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോൻ്റെ മാസ്റ്റർ വണ്ടി, പഴയ മോഡൽ മാസ്റ്ററാണ്. ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. ജനറൽ സർവീസ് അതേപോലെ പൊല്യൂഷൻ ടെസ്റ്റ്, ബ്രേക്ക് ചെക്കപ്പ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ അഴിച്ചാണ്, കമ്പനി ലൈൻഡറാണ്, പക്ഷേ നമുക്ക് അതിൻ്റെ മാക്സിമം ഉപയോഗം കഴിഞ്ഞാണ്. അത് കൂടാതെ നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളുകൾ കംപ്ലൈൻറ്റ് ഉണ്ട്. അത് ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിളും മാറ്റണം. അതേപോലെ ഫ്രണ്ടിൽ ഒരു കേബിളാണ് നിലവിലുള്ളൂ. ആ കേബിളാണെങ്കിൽ ഈ വണ്ടിയുടെ കേബിൾ അല്ലതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രോബ്ലം ഫ്രണ്ടിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഫ്രണ്ടിലത്തെ രണ്ട് ബ്രേക്കുകൾ, രണ്ട് കേബിളാണ് ഫ്രണ്ടിൽ വരാം. അപ്പോൾ നിലവിൽ പറഞ്ഞുള്ളൂ, അതും ഇതിൻ്റെ അല്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ രണ്ട് ബ്രേക്ക് കേബിൾ റെഡി ആക്കണം. അതേപോലെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിളും കൂടി റെഡി ആക്കിയിട്ട് വേണം നമുക്ക് ബ്രേക്ക് ലൈൻഡർ മാറ്റാൻ. അപ്പോഴാണ് ആ ബ്രേക്കിൻ്റെ പ്രോബ്ലം സോൾവ് ആവുള്ളൂ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്ററാണ്, ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാമെന്നുള്ളൂ. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ബെൽറ്റും ക്ലച്ച് ഷോക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല, കുറേ നാളായിട്ടുണ്ട് എന്തെങ്കിലും. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിലൂടെ ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബെൽറ്റ് ഓൾറെഡി പൊട്ടിയേക്കാണ്. ഈ സൈഡൊക്കെ എപ്പോൾ വേണമെങ്കിലും പൊട്ടി വഴി പെടാവുന്ന സിറ്റുവേഷനിലാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നായിരുന്നു. കമ്പനി ബെൽറ്റാണ്, ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്, പക്ഷേ പൊട്ടി അതിൻ്റെ കാലാവധിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബെൽറ്റ് എന്തെങ്കിലും നമുക്ക് മാറ്റിയിടണം. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു. അതേപോലെ ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു. വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. ക്ലച്ച് ഷൂ ആയാലും നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ക്ലച്ചിനകത്തപ്പോൾ നിലവിൽ നമുക്ക് അത്ര വന്നുള്ളൂ. ബെൽറ്റ് നമുക്ക് മാറ്റിയിടണം, ബാക്കിയതൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ നമുക്ക് കിടക്കുന്നത് പുതിയ കേബിളാണ്. ആക്സിലേറ്റർ കേബിളിന് ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ നമുക്ക് തൽക്കാലം ഇപ്പോൾ അത് തന്നെ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. എൻജിൻ കാർബറേറ്ററൊക്കെ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ബ്രേക്കിൻ്റെ കേബിൾ രണ്ടെണ്ണം മാറ്റിയിടാനുണ്ട്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറും മാക്സിമം അഡ്ജസ്റ്റിങ്ങിലാണ് നിൽക്കുന്നത്. ഞാൻ തൽക്കാലം കേബിൾ മാറ്റിയിട്ടതിന് ശേഷം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. നടപടി ആയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലത്തെ ലൈനർ കൂടി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ അതിൻ്റെ ബുഷ് കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്, ലിങ്ക് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഈ കുഷ്യൻ്റെ ബുഷ്, അതായത് ഗ്രീൻ ബുഷ് എന്ന് പറഞ്ഞാൽ ഈ ബുഷ് നമുക്ക് മാറ്റിയിടണം കേട്ടോ. പിന്നെ ഫ്രണ്ടിലത്തെ ഷോക്ക് അബ്സർ ചെറുതായിട്ട് വീക്കായി തുടങ്ങിയിട്ടുണ്ട്, അത് ചെറിയൊരു തെറിപ്പ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇപ്പം അത് മാറ്റണമെന്നില്ല, പരമാവധി ഉപയോഗിക്കുക. അതിന് ശേഷം നമുക്ക് മാക്സിമം കംപ്ലയിൻറ്റിലേക്ക് എത്തിയിട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ചെറിയൊരു കംപ്ലയിൻറ്റ് സ്റ്റാർട്ടിംഗ് ആണ്, അല്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാം കൂടി ചെയ്ത് വരുമ്പോൾ എമൗണ്ട് നമുക്ക് ഒരുപാട് വരും. പിന്നെ ഫ്രണ്ടിലത്തെ ടയർ ഉപയോഗിക്കാണ്ട് പുതിയ ടയറാണ് കിടക്കുന്നത്. ഹബിൻ്റെ ഭാഗത്തൊക്കെയും നിലവിൽ വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. അതിൻ്റെ ഈ നിലവിൽ ബെയറിങ്ങിൻ്റെ സീറ്റിങ് ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഈ സൈഡ് വീൽ ബെയറിങ്ങിൻ്റെ സീറ്റിങ് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. തൽക്കാലം നമ്മൾ പഞ്ച് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് കയറ്റാം. കാരണം എന്താ വെച്ചാൽ അത് കറക്റ്റായിട്ട് റെഡി ആവണമെന്നുണ്ട് ഈ ഹബ്ബ് നമുക്ക് മാറ്റിയിടേണ്ടതായിട്ടൊക്കെ വരും. അതല്ലെങ്കിൽ ഹബ്ബ് സ്ലീവ് ചെയ്യേണ്ടതായിട്ട് വരും, അതായത് ബെയറിങ്ങിൻ്റെ ഭാഗം സ്ലീവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ തൽക്കാലം പഞ്ച് ചെയ്തിടാം. കൂടുതൽ കംപ്ലയിൻ്റ് ആണെങ്കിൽ പിന്നീട് നമുക്കത് മാറ്റി കളയാം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. എക്സൈൻ്റെ ബാറ്ററിയാണ് നിലവിൽ വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി. അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. ബാറ്ററി നമ്മൾ ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ 8.82 വരുന്നുണ്ട്. ആംബിയർ അല്പം കുറവായി തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാം. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റ്, അത് സ്പോഞ്ച് ടൈപ്പാണ്. അത് നമുക്ക് അത്യാവശ്യം അതിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ട്, നല്ലോണം പൊടിഞ്ഞു പോയി തുടങ്ങി. അപ്പോൾ അതും കൂടിയും കൂട്ടത്തിൽക്കൂടെ ഒന്ന് മാറ്റിയിടാം കേട്ടോ. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്, പുതിയ പ്ലഗ്ഗാണ്. എയർ ഫിൽറ്ററും പ്ലഗും കാർബറേറ്ററും കൂടിയിട്ട് എനിക്കൊന്ന് ഇടയ്ക്കെപ്പോഴും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. കാർബറേറ്റർ നമുക്ക് കഴിക്കേണ്ട ആവശ്യമില്ല, എയർ ഫിൽറ്ററും പ്ലഗും ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ് കേട്ടോ. അപ്പോൾ നിലവിൽ ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.